നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ എത്ര കാലം നീ ഈ 4 ചുവരുകൾക്കുള്ളിൽ കഴിയും എന്ന് ഞാനും ആലോചിക്കാറുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ നിനക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. അവരെയൊക്കെ കാണാതെ ഈ തടവറയിൽ ഇനി നീ എത്ര കാലം കഴിയും? അറിയില്ല സോഫി, ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരവില്ല. നിതീഷ് ഇനി നിന്നെ അന്വേഷിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ നീ എന്തിനെങ്ങനെ സമരം ചെയ്യുന്നത്? നിന്റെ ഈ വാശി ഒരു കാലത്തും നിനക്കോ നിന്റെ കുഞ്ഞിനോ ഗുണം ചെയ്യില്ല. ഒട്ടും വൈകിയിട്ടില്ല. നിതീഷിന്റെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവനെ പൂർണ്ണമായി മറന്നുകൊണ്ട് നിന്നെ സ്നേഹിക്കാൻ തയ്യാറുള്ള മറ്റൊരാളെ കണ്ടെത്തുന്നതല്ലേ നല്ലത്? ഇതൊക്കെ ഞാൻ ഒരുപാട് തിരിച്ചു മറിച്ചു ആലോചിച്ചതാണ് സോഫി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. നിതീഷ് ഏട്ടനോടുള്ള പ്രേമവും എനിക്ക് ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യവും മാത്രമല്ല കാര്യം. ചതിക്കപ്പെടുന്നതിന്റെയും ഒഴിവാക്കപ്പെടുന്നതിന്റെയും ഒരു പൊള്ളലുണ്ട് ഇവിടെ. അത് നിനക്ക് പറഞ്ഞ മനസ്സിലാക്കില്ല. ഇപ്പൊ ഞാൻ തോറ്റു കൊടുത്താൽ, എന്റെ കുഞ്ഞിനെ ഞാൻ കൈവിട്ട് കളഞ്ഞാൽ, ഒരു കാലത്തും ആ പൊള്ളൽ എന്റെ ജീവിതത്തിൽ നിന്നും മായില്ല. നാളെ പിറ്റേന്ന് ഈ വയറുമായി ഞാൻ എന്റെ വീട്ടിൽ കയറി ചെന്നാൽ ഈ കുഞ്ഞിനെ ഇരു ചെവി അറിയാതെ നശിപ്പിക്കാൻ എന്റെ വീട്ടുകാർ കൂട്ടി നിൽക്കും. അതിനുശേഷം എനിക്ക് അവരേതെങ്കിലും ബന്ധം കണ്ടെത്തും. അയാളുമായുള്ള എന്റെ വിവാഹം നടക്കും. പിന്നെ എന്റെ വീട്ടിലെ പോലെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഏതെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ ജീവിതത്തിൽ ഒരു ഭാരമായി ഞാനുണ്ടാകും. ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ലൈഫല്ല സഫി. ഞാൻ സ്വപ്നം ഒരു ജീവിതമുണ്ട്. പക്ഷേ ഭാഗ്യം പോലെ അതൊക്കെ കിട്ടിയത് എന്റെ സുമതേച്ചിക്കാണ്. ഒരു സാധാരണ കുടുംബജീവിതം ആഗ്രഹിച്ച സുമതേച്ചിക്കാണ് ആ രാജകീയ ജീവിതം കിട്ടിയത്. എന്റെ ചേച്ചിക്ക് കിട്ടിയതുപോലെ നല്ലൊരു ജീവിതം എനിക്കും കിട്ടണം. അങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സോഫി? അതിന് തന്നെയാണ് ഞാൻ നിതീഷേട്ടനെ പ്രണയിച്ചത്. ഇപ്പൊ എനിക്ക് വാശിയാണ്. ആ ജീവിതം എനിക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനൊരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിക്കാനുള്ള മാർഗമാണ് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ്. ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നിടത്തോളം കാലം നിധിയേട്ടൻ എന്റെ കൂടെ ജീവിക്കാതിരിക്കാൻ പറ്റില്ല സോഫി. കല്യാണം കഴിഞ്ഞ് എന്നെ തള്ളി പറഞ്ഞാലും ഈ കുഞ്ഞിനെ തള്ളി പറയാൻ നിധിയേട്ടന് പറ്റൂ. എന്നെ വഞ്ചിച്ചതിന് നിധിയേട്ടനോടുള്ള പ്രതികാരം കൂടിയാണെന്ന് നീ കൂട്ടിക്കോ. പിള്ളേരുടെ പരീക്ഷ ഇപ്പോഴായിട്ട് കഴിഞ്ഞാലേ ഉള്ളൂ. റിസൾട്ട് ഒന്നും വരാറായില്ലോ. നിന്റെ ജീവിതത്തിലെ അതിനേക്കാളും വലിയ പരീക്ഷ നടന്നുകൊണ്ടിരിക്കല്ലേ. അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്ന് ഡോക്ടർ ഹാഷിം ഹുസൈനെ തിരക്കി പോയില്ലേ? എന്നിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന വീടും കണ്ട് തിരിച്ചും വന്നല്ലോ. അതെ, ഡോക്ടർ ഹാഷിം ഹുസൈൻ ഒരു ബന്ധുവുണ്ടെന്നും അയാളെ കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും അയൽക്കാര് പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അയാളെ ഞാൻ കണ്ടെത്തി ബ്രോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാധാരണ ഇവിടുത്തെ കാറിലാ പോകുന്നത്. വീട്ടു സാധനങ്ങൾ തീരാറാകുമ്പോ ഞാൻ ഡ്രൈവർക്കൊപ്പം മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരും. ഒറ്റയ്ക്കോ? അതെ. സുസ്മിത ഇതിനു മുമ്പ് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇത്തവണ എന്താ സുസ്മിത കൂടെ വന്നത്? പൊന്നി വിളിച്ചിട്ടാണോ? അല്ല, വീട്ടു സാധനങ്ങളൊന്നും തീർന്നില്ലെങ്കിലും മാർക്കറ്റിൽ പോവാൻ സുസ്മിത നിർബന്ധിക്കുകയായിരുന്നു. അതെന്താ കാരണം? അതെനിക്കറിയില്ല. മാർക്കറ്റിൽ പോവാൻ കാർ എടുക്കാതിരുന്ന എന്താ? കാർ എടുക്കണ്ടെന്ന് പറഞ്ഞതും സുസ്മിത തന്നെയാ. കാരണമൊന്നും പറഞ്ഞില്ലേ? ശരീരത്തിലെ ദുർമേധസ് കുറയ്ക്കാൻ വ്യായാമം ചെയ്യാൻ നടക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ആരുടെ ദുർമേധസ്? സുസ്മിതയുടെ തന്നെ.
സുസ്മിത ഇതിനു മുമ്പ് നടക്കാൻ ഇറങ്ങുന്നതോ വ്യായാമം ചെയ്യുന്നതോ പൊന്നി കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. രാവിലെ ഒരു 8:30 വരെയൊക്കെ പോത്തുപോലെ കിടന്നുറങ്ങുന്നതേ കണ്ടിട്ടുള്ളൂ. മാർക്കറ്റിലേക്കും തിരിച്ചും നിങ്ങൾ നടക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു സുസ്മിതയുടെ പെരുമാറ്റം? തടി കുറയ്ക്കണമെന്ന് പറഞ്ഞെങ്കിലും സുസ്മിതയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നി. വാങ്ങിച്ച സാധനങ്ങൾ മുഴുവൻ ഞാനാണ് ചുമന്നത്. ഇടയ്ക്ക് ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോ സുസ്മിതയ്ക്ക് അവിടുന്ന് പോരാൻ മടിയുള്ളതുപോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് തന്നെയാ സുസ്മിതയെ തട്ടിക്കൊണ്ടുപോയതും. ഈശ്വര, പെട്ടല്ലോ. അത് ഞാൻ ബാലേന്ദ്രൻ തട്ടിക്കൊണ്ടുപോകുന്നു വിചാരിച്ച് നിന്നല്ലേ. അതിപ്പോ പറയാനും വയ്യല്ലോ. പൊന്നിക്ക് വേറെന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? സുസ്മിത അവിടെ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കും പോലെ എനിക്ക് തോന്നിയത്. തട്ടിക്കൊണ്ടു പോകാനുള്ള കാറ് മുന്നിൽ വന്ന് നിർത്തി അവര് കയറി പിടിച്ചിട്ടും സുസ്മിത ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ആലോചിച്ചപ്പോ അതൊരു ഒത്തുകളി പോലെ എനിക്ക് തോന്നിയത്. അല്ല. ഇനി അവസാന ചോദ്യം. വിഷ്ണു ശാലിനി ആണോ സുസ്മിതയെ തട്ടിക്കൊണ്ടുപോയത്? അവര് രണ്ടാണുങ്ങളായിരുന്നു. മുഖംമൂടി വെച്ചിരുന്നത് കൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ തടിയും പൊക്കമൊക്കെ വെച്ച് നോക്കുമ്പോ വിഷ്ണുക്കുഞ്ഞ് ആ കൂട്ടത്തിലില്ലായിരുന്നെന്ന് ഉറപ്പാ. വിഷ്ണുവേട്ടനെ ശാലിനി റോഡിൽ നിന്ന് എന്നെ പിടിച്ചോണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവരാളെ വെച്ച് ചെയ്യിച്ചതാ. എന്നെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച ഗോഡൌണിൽ ശാലിനി വന്നിട്ടുണ്ട്. ആ ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ കൊണ്ട് അവൾ എന്നെ തല്ലിക്കുകയും ചെയ്തിട്ടുണ്ട്. നിനക്ക് ആകുമെങ്കിൽ നീ തെളിയിക്ക് സുസ്മിതേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതങ്ങനെ വിടാൻ പറ്റില്ല. പറ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു ചോദിക്കാം. വേണ്ട മേഡം, ഞാൻ പറയാം. ഇവിടുത്തെ CI ചന്ദ്രബോസ് എന്റെ ചിറ്റപ്പനാ. അച്ഛന്റെ അനിയൻ. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. നുണപരിശോധനയിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗങ്ങളും സാധ്യതകളും തേടി സുസ്മിത ചിറ്റപ്പനെ വിളിക്കുന്നു. ചിറ്റപ്പന്റെ ഉപദേശപ്രകാരമോ സ്വന്തം ബുദ്ധിയാലോ സുസ്മിത ബാലചന്ദ്രനുമായി ചേർന്ന് കിഡ്നാപ്പിംഗ് നാടകം പ്ലാൻ ചെയ്യുന്നു. അല്ല, ഇതൊന്നും സത്യമല്ല. സത്യമാണ് സുസ്മിതെ. നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് നീ പറയുന്ന സമയത്തിന് ശേഷവും നീ ബാലചന്ദ്രനെ കോൾ ചെയ്തതിന് തെളിവുണ്ട് ഈ ഫോണിൽ. കിഡ്നാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ എവിടാ? സംസാരമൊക്കെ മതി. അവളുടെ കുഴി അവള് തന്നെ കുഴിച്ചു. എന്തായിരുന്നു ആ കോളിന്റെ കണ്ടന്റ്? എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? തട്ടിക്കൊണ്ടുവന്ന സ്ഥലത്തെ സുഖസൗകര്യങ്ങളെ കുറിച്ചോ അതോ തട്ടിക്കൊണ്ടുപോയവരുടെ പെരുമാറ്റ രീതിയെക്കുറിച്ചോ? സത്യമേ, ഇതൊന്നും ഇവിടെ വെച്ച് തെളിയിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നാട്ടുകാരുടെ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന സത്യഭാമയുടെ കോടതിയിലും എനിക്ക് വിശ്വാസമില്ല. കാരണം തെളിവുകളല്ല നിങ്ങളുടെ കോടതിക്ക് വേണ്ടത്. നിങ്ങളുടെ കോടതിയെ നയിക്കുന്നത് നിങ്ങളുടെ തന്നെ ബോധ്യങ്ങളും ധാരണകളുമാണ്.
അതൊക്കെ തെറ്റാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്നവൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നത്. ഞാനിവളെ ഇവിടെ കൊണ്ടുവന്നതും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചതും ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനാ. സ്വന്തം ഇഷ്ടോ സ്നേഹമൊന്നും ഈ കേസിനെ ബാധിക്കരുതെന്ന്. എന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ഇവളെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കുക. അന്ന് പഞ്ചകൈലാസത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഈ ശ്രീരഞ്ജിനി തെളിയിക്കും. രോഹിത്തിന് നിങ്ങളുടെ മകൾ പ്രീതിക്കും എന്ത് സംഭവിച്ചെന്ന്. നിക്കേ ആന്റി, ആന്റി ഇവര് പറയുന്നതെല്ലാം കള്ള. ആന്റി എങ്കിലും ഒന്ന് വിശ്വസിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല മോളെ, അവൻ നമ്മളെ കിട്ടിട്ട് എവിടെ പോകാനാ? അവനിങ്ങ് വരും, അച്ഛൻ ഉറപ്പാ. അന്ന് നന്ദേട്ടൻ പോയപ്പോഴും അച്ഛൻ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞ. നന്ദേട്ടൻ എവിടാ? എനിക്കെന്തോ പേടി തോന്നുന്നു അച്ഛ. ചേട്ടാ, അവിടെ എന്താ സംഭവിച്ചേ? അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആരാണെന്നറിയില്ല. അച്ഛനെ മോളല്ലേ അത്? മോളെ എന്ത് പറ്റി മോളെ? ചേട്ടാ, അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? അതാരാണെന്ന് അറിയോ? അതേതോ വെളിവില്ലാത്ത പയ്യൻ ബൈക്കിൽ അഭ്യാസം കാണിച്ചതാ. മോളെന്തിനാ വിഷമിക്കുന്നത്? മോളുടെ ആരെങ്കിലും ആണോ അത്? സച്ചി സാർ മൈൻഡ് ചെയ്യാതെ കുറച്ചു മുമ്പ് നടന്നു പോകുന്ന കണ്ടു. ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. സച്ചി സാറേ, സാറേ, സച്ചി സാറേ. ഇതെന്താ സച്ചി സാർ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ഇവിടെ വന്നാൽ ചായ കുടിക്കാതെ പോയില്ലല്ലോ. അല്ല, ചിലപ്പോ കേട്ട് കാണില്ലായിരിക്കും. സച്ചി സാർ പോയതിനു ശേഷമാണ് ഇവിടെ ആക്സിഡന്റ് നടന്നത്. എന്താ മോളെ പ്രശ്നം? മോളുടെ ആരെങ്കിലും ആണോ ആക്സിഡന്റ് ആയത്? അതല്ല, സച്ചേട്ടൻ ഇപ്പൊ എങ്ങോട്ടാ പോയേ? ദാ ആ വഴിക്കാ പോയത്. അതിലെ പോയാ എവിടെ ചെല്ലോ? നേരെ പോയാൽ ബസ് സ്റ്റാൻഡിലെത്തും. എന്താ മോളെ, എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ടല്ലോ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ ഷോർട്ട് ഫിലിം എടുക്കുന്നത് പോലെ നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ കാര്യം നേടാൻ ശ്രമിക്കരുതെന്ന്. അതുകൊണ്ടല്ലേ എല്ലാം തലകീഴായി മറിഞ്ഞത്. അതെ, നിങ്ങൾ രണ്ടുപേർക്കും ബുദ്ധിയുണ്ട്, പക്ഷേ ആ ബുദ്ധി എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയില്ല. ഒന്ന് നിർത്തളിയ. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റ് പിന്മാറില്ല. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണോന്ന്. അതിന് ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? മഹേട്ടനും ശ്രേയയും തമ്മിലുള്ള വിവാഹം നടന്ന അവളെ മഹേട്ടന്റെ മനസ്സ് മാറ്റും. ഈ സ്വത്തുക്കളിൽ ഒരു തുണ്ട് പോലും ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രേയ സമ്മതിക്കില്ല. ശ്രേയയുടെ അമ്മയാണെങ്കിൽ ഒന്നും വിട്ടുതരില്ല. മഹിയുടെ സ്വത്തുക്കൾക്ക് വലിയൊരു കുരുക്കാണ് ഈ വിൽപത്രം. ആർക്കും അതിലൊന്നും ചെയ്യാനാവില്ല. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കണമെങ്കിൽ ശ്രേയ ജയിച്ചേ പറ്റൂ. അതിനുള്ള വഴി നോക്കണം. എന്തു വഴി? മഹേട്ടനുമായി നിശ്ചയിച്ചുറപ്പിച്ച ശ്രേയയുടെ വിവാഹം നടക്കരുതെന്നാണോ നീ ഉദ്ദേശിച്ചത്? അതെ, അതൊക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം നിങ്ങൾ അബദ്ധം പറയുന്നൊന്ന് നിർത്ത്. നേടാൻ കഴിയാത്ത ലക്ഷ്യമല്ല എന്റേത്. ഞാനത് നേടുക തന്നെ ചെയ്യും. ഓ, സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുക മോളെ. ഇനി നമ്മളധികം തലപോക്കേണ്ട കാര്യമില്ലല്ലോ. അതെ മോളെ, മല പോലെ വന്നത് എലി പോലെ ഓടിപ്പോയി. മഹിയുടെ അമ്മ വിൽപത്രത്തിൽ ഇങ്ങനെ ഒരു കുടുക്കുണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞാ പിന്നെ നിന്റെ സമ്മതം ഇല്ലാതെ ഒരു ചില്ലി കാശ് പോലും ഇവിടെ ആർക്കും കൊടുക്കാൻ മഹിക്ക് കഴിയില്ലല്ലോ. മോളെ എണീറ്റ്. എന്തിനമ്മ? എണീക്ക്, പറയാം. നീയാണ് മോളെ ഇനി കൈലാസത്തിലെ മഹാറാണി. നീ മഹാറാണിയാവുമ്പോ ഞാനാരാ? മഹാറാണിയുടെ അമ്മയല്ലേ. ഈ കൈലാസം ഇനി നമുക്ക് ഭരിക്കാം മോളെ. നമ്മുടെ നല്ല കാലം ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുക. അത് ശരിയമ്മ. ഗംഗ തീർന്നു. മഹേട്ടന്റെ സ്വത്തുക്കളിൽ നമുക്കുണ്ടായിരുന്ന ആശങ്ക അവസാനിച്ചു. ഇനി ഞാനും മഹേട്ടനും തമ്മിലുള്ള കല്യാണം ഒന്നും നടന്നു കിട്ടിയാൽ മാത്രം മതിയല്ലോ. കല്യാണം നടക്കാൻ മഹി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒടുക്കത്തെ കണ്ടീഷനാ തടസ്സം. ആ കുട്ടിപ്പിശാചിനെ എങ്ങനെ മെരുക്കിയെടുക്കും? എടുത്തോണ്ട് പോയി കളയാന്ന് വെച്ചാ അതും നടക്കില്ലല്ലോ. ഗംഗയുടെ ശല്യം ഇല്ലാതാക്കിയതുപോലെ മാളു എന്ന തടസ്സവും ഞാൻ അങ്ങ് നീക്കും. ഇപ്പൊ നമ്മുടെ ഭാഗ്യം ഉദിച്ച് ഉച്ചയിൽ നിൽക്കുന്നോണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് അനുകൂലമായി വരുമോളെ. ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പ്രഭേത്? പ്രഭ അല്പം കഴിച്ചിട്ടുള്ള കാര്യം ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാറ് നിയന്ത്രണം വിട്ട് അപകടം പറ്റാൻ മാത്രം പ്രഭ കഴിച്ചിട്ടില്ല എന്നും എനിക്കറിയാം. വേറെ എന്തൊക്കെ നിനക്കറിയാം? നീ എല്ലാം തിരിച്ചറിയുന്നവൾ തന്നെയാ. നിന്നെ ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിച്ചു. നീ ഒരു സ്വാർത്ഥയായ സ്ത്രീയാണെന്ന് നിന്റെ മുഖത്ത് നോക്കി
ഈ പ്രഭാചന്ദ്രൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീയാ ശരി കാഞ്ചനെ, നീയാ സത്യവും. സത്യത്തിൽ പ്രഭ എവിടെയാ പോയത്? എന്റെ മോളുടെ പേരിൽ പൂജ നടത്താൻ ക്ഷേത്രത്തിലേക്ക് തന്നെയാ. പ്രസാദം മോളുടെ റൂമിൽ ഇരിപ്പുണ്ട്. പ്രഭ അമ്മുവിന്റെ ഭർത്താവിനെ അന്വേഷിച്ചല്ലേ പോയത്? അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് ആ കാര്യം ചോദിക്കണമെന്ന് പോന്ന വഴിക്ക് ഓർത്തതാ. പക്ഷെ അതിന് കഴിഞ്ഞില്ല. കുറച്ച് കാറ്റും മഴയൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ തന്നെ ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. പ്രഭേ, എനിക്കിതെല്ലാം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പ്രഭ ഏത് ഫ്രണ്ടിനെയാ കണ്ടത്? തോമാച്ചൻ, സംശയം ഉണ്ടെങ്കിൽ നീ വിളിച്ച് ചോദിക്കേ. ന്യൂ ഇയർ അല്ലേന്നും പറഞ്ഞ് തോമാച്ചൻ സൽക്കരിക്കാൻ കൂട്ടിക്കൊണ്ട് പോയതാ. മോളുടെ അവസ്ഥയെപ്പറ്റി തോമാച്ചനോട് പറഞ്ഞപ്പോ മനസ്സ് കയ്യിന്നങ്ങ് പോയി. രണ്ടു പേർക്ക് കഴിച്ചിട്ടൊന്നുമല്ല കാറിന്റെ നിയന്ത്രണം വിട്ടു പോയത്. കണ്ണീര് കാരണം കാഴ്ചയില്ലാതെ പോയിട്ടാ. മതി, ഇനി പ്രഭ കഴിക്കണ്ട. പ്രഭയും കൂട്ടി താഴേക്ക് പോവാനാ ഞാൻ വന്നത്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ തയ്യാറെടുപ്പില്ല താഴെ എല്ലാവരും. ഇനി ഈ നിലയിൽ നിങ്ങൾ താഴേക്ക് വരണ്ട. മോളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഈ രാത്രി എനിക്ക് ബോധം കെട്ടുറങ്ങണം. അല്ലെങ്കിൽ ഞാനൊരു കൊലപാതകയായിത്തീരും. ഒന്നല്ല, രണ്ട്. അങ്കിളെന്താ ഇത്രയും വൈകിയത്? ഇവിടെ എല്ലാവരും പേടിച്ചുപോയി. ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭേട്ട, നീ പിന്നെ വന്നോ? പ്രഭേട്ട, ഞാൻ കവിതയാ. ആഘോഷം നടക്കുകയല്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പ്രഭേട്ടനെ മാത്രം താഴെ കണ്ടില്ല. കേക്ക് കട്ട് ചെയ്യുമ്പോഴെങ്കിലും പ്രഭേട്ടൻ വരുമെന്ന് ശ്രീകുട്ടി പ്രതീക്ഷിച്ചു. അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ തുടങ്ങി കഴിഞ്ഞില്ലേ? എനിക്ക് എന്തു ന്യൂ ഇയർ? പ്രതീക്ഷ ഉള്ളവർക്കല്ലേ പുതിയ കാലം വരവേൽക്കാൻ കഴിയൂ. അല്ല, ശരിക്കും പ്രഭേട്ടൻ എന്താ പറ്റിയത്? എനിക്ക് എന്തു പറ്റിയെന്നാ? നീ എന്താ കവിത ഒന്നും അറിയാത്തതുപോലെ? അല്ല, ഇന്നിവിടെ നിന്ന് പോയ പ്രഭേട്ടനെ അല്ലല്ലോ തിരിച്ചു വന്നപ്പോ വീട്ടുകാർ കണ്ടത്. ഞാൻ അന്വേഷിച്ചത് അക്കാര്യോ. ആർക്കും ഒരളവ് വരെ മാത്രമേ വേദനകൾ നെഞ്ചിലടക്കാനാവൂ. അടുക്കി അടുക്കി നിറഞ്ഞു പോയ അണക്കെട്ട് പോലെയായി എന്റെ മനസ്സ്. ഒരു പഴയ സുഹൃത്തിനെ കണ്ടു. അവിടെ വെച്ച് മനസ്സിന്റെ കൺട്രോൾ വിട്ടു പോയതാ. അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും അല്പം കഴിച്ചു. അമ്മുവിന്റെ ഭർത്താവ് ആരെന്ന് അന്വേഷിച്ചറിയാനാ പ്രഭേട്ടൻ പെരുവണ്ണാപുരത്തേക്ക് പോയതെന്നൊക്കെ വല്യേച്ചി പറഞ്ഞു. ഞാൻ പോയത് ക്ഷേത്രത്തിലേക്കാ. കാഞ്ചനോട് പറഞ്ഞതും അങ്ങനെ തന്നെ. അതിന് പ്രഭേട്ടൻ ചൂടാവുന്ന എന്തിനാ? മനുഷ്യർ ഉത്തരം മുട്ടുമ്പോഴും പലതും പറയാൻ മടിക്കുമ്പോഴും മാത്രമാ ദേഷ്യപ്പെടുന്നേ. എന്തുദ്ദേശത്തിലാ നീ ഇപ്പൊ എന്റെ അടുത്ത് വന്നത്? അത് പറ. അല്ല, അത് ഞാൻ പറഞ്ഞ പ്രഭേട്ടൻ ചിലപ്പോ പൊട്ടിത്തെറിച്ചെന്ന് വരും. അമ്മുന്റെ ഭർത്താവ് ആരാണെന്ന് പ്രഭേട്ടന് മനസ്സിലായല്ലോ. അതിന്റെ ഷോക്കല്ലേ പ്രഭേട്ടൻ ഈ കാണിക്കുന്നത്? അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരായി എനിക്കെന്നാ? അതെന്നെ എന്തിനു ബാധിക്കണം?
നിന്റെ വേദനകൾ അത്രേ എന്റെ മോളെ ഓർത്ത. അല്ല, നിനക്ക് ഈ വിഷയത്തിൽ എന്താ ഇത്ര താല്പര്യം? ആചനിക്ക് പോലും അതില്ലല്ലോ. അവൾ ഈ വീട്ടുകാരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. ചതിയോ? എങ്ങനെ? ചിരിക്കാതെ നിനക്ക് അമ്മുവിന്റെ വിവാഹത്തെ കുറിച്ചുള്ള സംശയം എന്താന്ന് പറ. പ്രഭേട്ടന്റെ ചോദ്യവും തിടുക്കമൊക്കെ എന്റെ സംശയം ബലപ്പെടുത്തുന്നതാ. അമ്മു എന്റെ വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ ഭൂതകാലം തിരക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ കാര്യം നോക്കി പോയേ. ആ പെണ്ണിനെ ഇനിയും ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രഭേട്ടൻ അത് ഓർത്തു വെച്ചാൽ നല്ലത്. കൂടപ്പിറപ്പിനെ പോലെ അവളെ സ്നേഹിക്കുന്ന ശ്രീകുട്ടിയോട് പോലും ഭർത്താവിനെ പറ്റി പറയാൻ എന്തിനാ അവൾ മടിക്കുന്നത്? ശ്രീകുട്ടി തളർന്നു കിടക്കാൻ കാരണം അമ്മു അല്ലാന്ന് പ്രഭേട്ടൻ എന്റെ മുഖത്ത് നോക്കി പറയാമോ? നിനക്കെന്താ പറയാനുള്ളത് അത് പറ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൗനം വിടേണ്ടത് പ്രഭേട്ടനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ പപ്പയ്ക്ക് വാക്കുകൊടുത്ത് വിശാലല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കും. അതിനുശേഷം ഇതിന്റെയൊക്കെ കണക്ക് നീ അവളോട് തീർത്താ മതി. ഔട്ട്ഡേറ്റഡ് ആയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റാൻ ഞാൻ എത്ര കാലമായിട്ട് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. മോനെ, മോൻ തിരക്കിലാണോ? ഇല്ല മാം. ഓക്കെ ഗൈസ്, ക്യാരി ഓൺ. മോൻ ബിസിയാണെങ്കിൽ അമ്മ പിന്നെ വരാം. എത്ര ബിസിയാണെങ്കിലും അമ്മയോട് സംസാരിക്കാൻ സമയമുണ്ടാവണം. അതാണ് എന്റെ പോളിസി. അമ്മ എവിടെ ഇരിക്കാം? മോനോട് ഒരു കാര്യം പറയാൻ അമ്മ വന്നത്. എന്താ അമ്മേ? നീയും പാർവതിയും കൂടി കുക്കറി ഷോ ചെയ്തു അല്ലേ? അത് വെറുതെ ഗാർഗി നിർബന്ധിച്ചപ്പോ. മോനെ, ഗാർഗി ഒരു ബോധവും കഥയും ഇല്ലാത്ത പെണ്ണ. അവള് നിർബന്ധിച്ചെന്ന് വെച്ച് നീ എന്തിനാ അതനുസരിക്കാൻ പോയത്? മോനെ, ജാസ്മിൻ അത് എന്തുമാത്രം വിഷമമായി എന്നറിയാമോ? അവൾ എന്നോട് കുറെ സങ്കടം പറഞ്ഞു. നിന്നെ മാത്രം പ്രതീക്ഷ കഴിയുന്നവളല്ലേ അവള്. മോൻ ഇനി അവളെ സങ്കടപ്പെടുത്തരുത്. കുക്കറി ഷോ കഴിഞ്ഞ് നീ പാർവതിയുടെ റൂമിൽ പോയിട്ടുണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. ഞാനെന്തിനാ അവളുടെ റൂമിൽ പോകുന്നേ? മോനെ, ഗായത്രിയുടെ പഴയ പാത്രങ്ങളും മറ്റും അവളല്ലേ കഴുകി വൃത്തിയാക്കിയത്. അവളത് അവളുടെ റൂമിലാ കൊണ്ടുപോയി വെച്ചിരിക്കുന്നെ. നീ അതൊക്കെ ചെക്ക് ചെയ്യുമെന്നാ ഞാൻ കരുതിയത്. ഞാൻ ചെക്ക് ചെയ്യാനോ? എന്തിന്? ഓട്ടുപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ അല്ലേ, അല്ലാതെ സ്വർണത്തിന്റെ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി അഥവാ സ്വർണമാണെങ്കിൽ തന്നെ അതിന്റെ അവകാശി ഇപ്പൊ പാർവതിയല്ലമ്മേ. ഓ, അമ്മ അത് ഓർത്തില്ല മോനെ. ഗാർഗിയും പാർവതിയും കൂടി ആ മാജിക് ബോക്സ് അമ്മയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നറിഞ്ഞാൽ അമ്മയ്ക്കത് വിഷമോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. അല്ല, അമ്മയ്ക്കെന്താ ആ പാത്രങ്ങളോട് ഇപ്പൊ ഒരു താല്പര്യം? ഞാനങ്ങനെ ചോദിച്ചോണ്ട് മോൻ തെറ്റിദ്ധരിക്കണ്ട. അവകാശം സ്ഥാപിക്കാൻ ചോദിച്ചതൊന്നുമല്ല. പഴയ സാധനങ്ങളുടെ കൂട്ടത്തില് അമൂല്യമായ പലതും കാണും, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ പറഞ്ഞത് സത്യം. അതിന്റെ കൂട്ടത്തിൽ അമൂല്യമായൊരു സാധനം ഉണ്ടായിരുന്നു. എന്ത് സാധനം? ഒരു സാധനം. അത് അമൂല്യങ്ങളിൽ അമൂല്യമാ. എവിടെ മോനെ? അമ്മ അതൊന്ന് കാണിച്ചേ. ഇപ്പൊ വേണ്ടമ്മേ, അത് അമ്മയെ കാണിക്കേണ്ട സമയമാകുമ്പോ ഞാൻ കാണിക്കാം. മോനെ, അതെന്താണെന്ന് പറയുന്നതില് കുഴപ്പമൊന്നുമില്ലല്ലോ. പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും നേരിട്ട് കാണുന്നതല്ലേ ഒരു ത്രില്ല്. ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ? എന്നോട് പറയാൻ പറ്റാത്തതായി എന്താ എന്റെ മോനുള്ളത്?
എത്ര തന്നെ ആയാലും പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ. അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ ഈ അമേരിക്കൻ കുശുമ്പി എങ്ങനെ പേടിക്കുന്നത്? അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പോയി പണി നോക്കാൻ പറ. മണിക്കുട്ടാ, നീ എന്തൊക്കെയാ പറയുന്നേ? പറയാതെ പിന്നെ ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നോണ്ടാ എല്ലാരും നിന്റെ തലയിൽ കയറുന്നത്. ഇങ്ങോട്ട് 4 പറയുമ്പോഴേ അങ്ങോട്ട് 10 പറയണം. എല്ലാവരുടെയും നാവ് അടങ്ങിക്കോളും. ഇത്രയായിട്ട് നീ എന്താ ഇത് പഠിക്കാത്തത്? മണിക്കുട്ടാ, വേണ്ടാട്ടോ. എന്നോട് 10 പറയാൻ വന്നാലേ നാവ് പിഴുതെടുത്ത് ഞാൻ കുപ്പയിലെറിയും. എന്നെ അറിയില്ല നിനക്ക്? അറിയാം, എനിക്ക് ശരിക്കും അറിയാം. അമേരിക്കയിൽ നിന്ന് വന്ന കുശുമ്പി തള്ള. മണിക്കുട്ടാ, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോ. ഇല്ല, പാറു എന്നെ തല്ലി ഓടിച്ചാലും പോവില്ല. പാറു ഇവിടത്തെ ആരാണെന്ന് ഈ അമേരിക്കൻ കുശുമ്പിക്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്റെ ഉദയനൂരമ്മ, ഇവൻ വലിയ കുഴപ്പമുണ്ടാക്കി വെക്കാണല്ലോ. കുശുമ്പി തള്ളേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. നിന്നെ ഈ വീട്ടിൽ നിന്ന് കെട്ടിച്ചയച്ചതാ. കെട്ടിച്ചു വിട്ട പെണ്ണ് കയറി ചെല്ലുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞോണം. ഇവിടെ ഭരിക്കാൻ വരരുത്. ഇവിടെ അധികാരം ഈ വീട്ടിലേക്ക് വിശാൽ സാറ് താലി കെട്ടിക്കൊണ്ട് വന്ന പാറൂന. മണിക്കുട്ടോ, ഈ വായയുടെ തത്തയുടെ സൂക്കേട് ഞാൻ ഇപ്പൊ തന്നെ തീർത്തു കൊടുക്കാം. അയ്യോ മണിക്കുട്ടാ, അങ്ങോട്ട് മാറ്. നിന്നെ എന്റെ കൈ കിട്ടും. പപ്പും പൊടിയും പറിച്ചു കളഞ്ഞ് പട്ടി കിട്ടു കൊടുക്കുകയും ചെയ്യും. എന്നെ കിട്ടണമെങ്കിലേ നീ ആകാശത്തിലൂടെ പറക്കണം. അതൊരിക്കലും നടക്കാത്ത കാര്യമാ. പക്ഷെ എനിക്ക് നിന്റെ കണ്ണും മൂക്കും ഒക്കെ എളുപ്പത്തിൽ കൊത്തി പറിക്കാൻ കഴിയും. അതുകൊണ്ട് അമേരിക്കൻ കുശുമ്പി മണിക്കുട്ടനോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം. എന്തിനാ മണിക്കുട്ടാ നീ വലിയ ആൾക്കാരോട് വഴക്കിന് പോകുന്നേ? നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? നീയല്ലേ ഈ അസത്തിനെ കൊണ്ട് ഇതൊക്കെ പറയിച്ചത്? എന്നിട്ട് എന്റെ മുമ്പിൽ നാടകം കളിക്കുന്നോ? അമ്മായിപ്പിന് വെള്ളം, അമ്മായിപ്പിനും ഗുളിക. അനിയത്തിയായ എനിക്ക് പോലും ഇല്ലാത്ത ശുഷ്കാന്തിയാ ഗോപേട്ടന്റെ കാര്യത്തില് നിനക്ക്. ഈ വീട്ടിലെ മരുമകൾ സ്ഥാനം പിടിച്ചെടുക്കാനുള്ള നിന്റെ അടവ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പച്ചി, മരുമകൾ സ്ഥാനം പിടിച്ചെടുക്കാനോ? ഈ സ്ത്രീയുടെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്നാ തോന്നേ. പാറു ഇവിടത്തെ മരുമകൾ തന്നെയാ. അതിവിടെ ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ കൊടുത്തോളാം മരുന്നും വെള്ളവും. ഇങ്ങതാ. അപ്പച്ചി, ഇവളെ പോലെയുള്ള ജന്തുക്കളോടൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട പാറു. 2 എണ്ണം പൊട്ടിക്കയാ വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഐശ്വര്യമോൾക്ക് ഒരാഗ്രഹം. എന്താഗ്രഹം? ജയന്തി മോള് 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി എന്നൊരാഗ്രഹം. ആണോ? എന്നാലേ ജയന്തിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ആഗ്രഹമില്ല. ഓ, ഇതിന്റെ അപ്പുറം കാശും പണവും കണ്ടിട്ടുണ്ട് ഈ ജയന്തി. ഓ, ഒരു കാരണവും ഇല്ലാതല്ലേ എന്നോട് ആദ്യം ദേഷ്യം കാണിച്ചത്? അല്ല, എന്നിട്ട് ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയത് എങ്ങനെയാ? ജയന്തി, സോറി ജയന്തി, ഐ എം വെരി സോറി. ഞാൻ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാ ജയന്തിയോട് ദേഷ്യം കാണിച്ചത്. അതെനിക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ ഐശ്വര്യ എന്നോട് ദേഷ്യം കാണിച്ചാ തന്നെ എന്താ?
അല്ല ഈ ചട്ടിയും കലവും ആവുമ്പോഴേ അങ്ങ് തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്നേ. അല്ല, പെട്ടെന്ന് എന്നോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? എന്നോട് പെട്ടെന്ന് അങ്ങനെ ഇഷ്ടം തോന്നൂലെന്ന് എനിക്കറിയാം. ജയന്തി, ശ്യാമയെ കാരണം ഒരു നിവർത്തിയില്ല. അല്ല, എന്ത് നിവർത്തിയില്ലെന്ന്? അവിടെ വീട്ടില് ശ്യാമ ജയന്തി ഉപദ്രവിക്കാറുണ്ടായിരുന്നില്ലേ? ആ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ശ്യാമയെ ഒതുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിക്കണമെന്നല്ലേ? അങ്ങനൊന്നുമല്ല. അവിടെ ജയന്തി മോളും ഇവിടെ ഐശ്വര്യ മോളും ഒരുപോലത്തെ അവസ്ഥയില. എന്റെ അപ്പച്ചി, ഈ ജയന്തിക്ക് കാര്യങ്ങളെ ഒറ്റയടിക്ക് മനസ്സിലാവും. ശ്യാമ കമ്പനിയിൽ വലിയ ആളായി. ഇപ്പൊ കല്യാണം വീട്ടിലെല്ലാവരും അംഗീകരിച്ച് നടത്താനും പോകുന്നു. അപ്പോ ഇതിലൊക്കെ ഞാനൊന്ന് ഇടപെടണം അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ശ്യാമയുടെ വിരോധമൊന്നുമില്ല. എന്റെ ഐശ്വര്യേ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പച്ചി, ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ നിൽക്കാം, പക്ഷേ എന്തെങ്കിലും ഗുണം വേണം. ഗുണമേ ഉണ്ടാവും. ഗുണമെന്ന് വെച്ചാ ഗുണത്തോട് ഗുണമായിരിക്കും. സത്യാണോ അപ്പച്ചി? അപ്പച്ചിയാണ് സത്യം. എങ്കിൽ പിന്നെ അങ്ങനെ. ഒരു മിനിറ്റേ. ആ വായാടി ഇവിടെ നിൽക്കും. പക്ഷേ ഗുണം എന്തെങ്കിലും വേണോന്നാ പറയുന്നേ. അത് ഞാനങ്ങ് സമ്മതിച്ചു. അതൊക്കെ ശരി. കൂടെ നിന്നിട്ട് നമുക്ക് തലവേദന ആവാതെ അപ്പച്ചി നോക്കിക്കോണം. അതൊക്കെ ഞാൻ ഏറ്റു. മോളൊന്നും അറിയണ്ട. മോളെ ജയന്തി. ഓ, എന്താ? അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ. ശരി. എന്താ മൂന്നുപേരും കൂടി ഒരു ഗൂഢാലോചന? അമ്മ വന്നേ. ആ ജയന്തി ഇവിടെ നിൽക്കാൻ പോവാ. എനിക്കതിനെ തീരെ കണ്ടൂടാ. അവളിവിടെ നിൽക്കാൻ അമ്മ സമ്മതിക്കരുത്. ജയന്തി ശ്യാമയുടെ നാത്തൂനല്ലേ? ആ സ്ഥിതിക്ക് ജയന്തി ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ ഒക്കെ അമ്മയുടെ ഇഷ്ടം. പിന്നൊരു തലവേദന ആവരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ജയന്തി. ഓ മാഡം. മാഡം, ശ്യാമയുടെ 3ാം കല്യാണം കഴിയുന്നത് വരെ ഞാനിവിടെ നിൽക്കാൻ പോവാ. അതിനെന്താ, സന്തോഷല്ലേ? പക്ഷേ ഈ മാഡം എന്നുള്ള വിളിയൊന്ന് മാറ്റിയേക്കൊള്ളാം. ഈ മാഡം ഒന്ന് വിളിക്കുന്നതാ ഒരു പവർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് സത്യം പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല. മരുമകനായിട്ട് ഒരു പോലീസ് ഓഫീസർ കുടുംബത്തിൽ വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? ചേച്ചി പറ. അത് പിന്നെ സന്തോഷം തന്നെയാ. എങ്ങിതാ ഇതിലൊപ്പിട്ടുള്ളൂ. അല്ല, ആ വീഡിയോയില് ആ പയ്യൻ അത് അതിനെ കുറിച്ചൊന്നും എഴുതില്ല. ആരുടെ പേരും പറയും. ധൈര്യമായിട്ട് ഒപ്പിട്ടു. അമ്മേ, എന്താ അമ്മേ? അല്ല മോളെ, അതൊരു പരാതി എഴുതിക്കൊണ്ടുവന്നതാ. പരാതിയോ? എന്തു പരാതി? ആരുടെ പരാതി? എന്താ സാർ? അല്ല ശ്രുതി, അശ്വതിയുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട്. എന്റെ അവസ്ഥകളോ? എന്റെ എന്താ അവസ്ഥ? പോലീസൊക്കെ എന്തിനാ വന്നത്? ഇത് SI ജയേഷ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാ. ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നേ ഉള്ളൂ. കുട്ടി, എല്ലാം നല്ലതിനാ. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്റെ എന്ത് കാര്യം നിങ്ങൾക്ക് അറിയാന്ന്? അയ്യോ അമ്മ, അമ്മ ആവശ്യമില്ലാതെ ഇവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഇതിനാണോ സാർ SI ഒക്കെ കൊണ്ടുവന്നത്? അയ്യോ, എനിക്ക് അപ്പോഴേ ഓരോ സംശയങ്ങൾ തോന്നിയിരുന്നു. ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞിരുന്നല്ലേ. സാർ പ്ലീസ് ഒന്ന് പുറത്തു പോയിത്താ. ഇനി എനിക്ക് സഹായങ്ങളൊന്നും വേണ്ട. അശ്വതി ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മിച്ച് വേണം ഓരോന്ന് പറയാൻ. മോളെ, നീ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ. നമ്മളെ സഹായിക്കാനാ ഇവര് വന്നത്. അല്ല, ഒരു നല്ല കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ജയേഷിന് അശ്വതി വിവാഹം കഴിച്ച കൊള്ളാന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നോ? സർ പ്ലീസ് ഒന്ന് പോയി തരണം. അശ്വതി, ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് വേണം ഓരോന്ന് പറയാൻ. ഒരു വലിയ തെളിവ് എന്റെ കയ്യിലുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. ഇതെന്റെ ഒരു ഫ്രണ്ട്, അയാളോട് ഞാൻ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനിപ്പോ എന്താ? അശ്വതിയുടെ നേട്ടത്തിന് വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഇങ്ങനൊരു വീഡിയോ കൈവച്ചിട്ടാണോ നിങ്ങൾ എന്റെ നേട്ടത്തിനായിട്ട് വന്നത്? നോക്കശ്വതി, ഓവറാവണ്ട, കളി മാറും. ഭീഷണിയൊന്നും വേണ്ട സാറേ. കുറെ കാലം ഞാനും ജയിലിൽ കിടന്നതാ. ഈ ഭീഷണിയൊന്നും ഇവിടെ ഏൽക്കില്ല. വേണ്ട, ഒന്നും പറയണ്ട. അശ്വതി, സോറി. പോവാം. ഇപ്പൊ മനസ്സിലായോമേ സഹായിക്കാൻ വരുന്നവരുടെ തനി നിറം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൾ എന്തിനാ കരയുന്നത്? അമ്മ. ചേച്ചി അടിച്ചു അല്ലേ? സാരമില്ല, പോട്ടെ. മോൾക്ക് നന്നായി വേദനിച്ചോ? വേദനിച്ചിട്ടല്ല, ചേച്ചി അങ്ങനെ ചെയ്യൂന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് സങ്കടം വന്നു. പോട്ടെന്നേ, മറന്നുകളെ. ഞാൻ വന്ന് തൊട്ടപ്പോ എല്ലാ വേദനയും പോയതല്ലേ? നോക്ക്, ചേച്ചി ചെയ്യുന്നതും പറയുന്നതും എല്ലാം മക്കളുടെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി മാത്രമാ. അതുകൊണ്ട് ചേച്ചിയുടെ മുന്നില് നിർബന്ധം കാണിച്ച് പിണങ്ങരുത് നീ. ചേച്ചിയെ അമ്മയായി കണ്ടുവേണം അനുസരിക്കാൻ. ഈ പ്രയാസങ്ങളെല്ലാം താമസിയാതെ മാറും. ചേച്ചിയെ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം. എന്താ, അനുസരിക്കില്ലേ? അനുസരിക്കാം അമ്മേ. നല്ല കുട്ടി. ആര്യേ, നീ എന്താ അവിടെ പോയി നിൽക്കുന്നേ? അമ്മേ, അമ്മേ, അമ്മേ. എന്റെ മോള് പേടിപ്പെടുത്തുന്ന സ്വപ്നം വല്ലതും കണ്ടോ? ഇല്ല ചേച്ചി, അമ്മ എന്റെ അടുത്ത് വന്നു. അമ്മയോ? എന്നിട്ട് എവിടെ? ചേച്ചിയെ വിഷമിപ്പിക്കരുതെന്നും ചേച്ചിയോട് വഴക്കുണ്ടാക്കി പിണങ്ങരുതെന്നും പറഞ്ഞു അമ്മ. എന്താ ചേച്ചി, കയ്യിൽ എന്ത് പറ്റി? അയ്യോ അയ്യോ, പൊള്ളിയിരിക്കുകയാണല്ലോ. ഇതെങ്ങനെ പറ്റി? പെട്ടെന്നുണ്ടായ ദേഷ്യത്തില ഞാൻ ആര്യമോളെ തല്ലിയത്. പിന്നീട് പക്ഷെ ആലോചിച്ചപ്പോ എനിക്ക് സഹിക്കാനായില്ല.
അതിനുള്ള പ്രായശ്ചിത്തായിട്ടാ ഞാൻ തന്നെ തിരുനാളത്തിൽ കൈവച്ച് പൊള്ളിച്ചതും. അയ്യോ അയ്യോ, എന്തിനാ ചേച്ചി അങ്ങനെ ചെയ്തത്? ഞാൻ ഇനി ഒന്നിനും നിർബന്ധം പിടിക്കില്ല. ചേച്ചി പറയുന്ന എല്ലാം അനുസരിച്ചോളാം. ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരുന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.